അതോടൊപ്പം തന്നെ പറയുന്നത്. തീർച്ചയായും സുപ്രീം കോടതി അഭിഭാഷകൻ ശ്രീ മാത്യു കുടുംബാറ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. ഈ ഒരു വലിയ കേരളത്തെ സംബന്ധിച്ചിട്ട് ഒരു നേട്ടം എന്ന് പറയാവുന്ന, ആശ്വാസകരമെന്ന് തോന്നിപ്പിക്കുന്ന ജല കമ്മീഷന്റെ ഈ ഉത്തരവ് അത് നമ്മുടെ മുന്നിൽ വരുമ്പോൾ വലിയ പ്രാധാന്യമുണ്ടെങ്കിൽ പോലും ഒപ്പം തന്നെ നെഞ്ചിടിപ്പോടുകൂടി നാം വിചാരപ്പെടുന്നത് ഇത്തരത്തിലുള്ള കേസുകൾ നടത്തുന്നതിന്, നിയമയുദ്ധം നടത്തുന്നതിന് തമിഴ്നാട് വലിയ വൈദഗ്ധ്യം കാണിച്ചിട്ടുണ്ട്. കേന്ദ്ര ജല കമ്മീഷനെ ഇപ്പോൾ ഈ ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചുവെങ്കിലും മുന്നേ തന്നെ കേന്ദ്ര ജല കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഇത് ഉണ്ടാവേണ്ടതായിരുന്നു എന്നുള്ള വിമർശനങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ തമിഴ്നാട് ഇതിനെ ഏതെങ്കിലും രീതിയിൽ എതിരിടാൻ സാധ്യതയുണ്ടോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? തമിഴ്നാടിനെ ഇത് എതിർക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഈ ഡാമിന്റെ സുരക്ഷത്തെ പറ്റി വളരെ സമഗ്രമായ ഒരു സ്റ്റഡി നടത്താനാണ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വാട്ടർ കമ്മീഷൻ ഇപ്പോൾ ഡാം സേഫ്റ്റി ആക്ട് 2021 വന്നു, അത് നോട്ടിഫൈ ചെയ്തു. അപ്പോൾ ഡാം സേഫ്റ്റി ആക്ട് അനുസരിച്ച് സെൻട്രൽ വാട്ടർ കമ്മീഷനും ഡാം സേഫ്റ്റി അതോറിറ്റിക്കും വലിയ റോളാണുള്ളത്. അപ്പോൾ നമുക്ക് ഇത് സുപ്രീം കോടതിയിൽ 2006ലെയും 2014ലെയും തെറ്റായ വിധികൾ, അവിടെയാണ് 2006 പറഞ്ഞു, സുപ്രീം കോടതി പറഞ്ഞു ഈ ഡാം സേഫാണ്, ഈ ഡാം ഇനി അഥവാ തകർന്നാൽ തന്നെ വെള്ളം പെരിയാറ് നദി കൂടെ തന്നെ ഒഴുകി 56 കിലോമീറ്ററുള്ള ഇടുക്കി ഡാമിൽ ചെന്നെത്തും, അതുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് കോടതി ശ്രദ്ധിക്കാതെ പോയ കാര്യം എന്ന് പറയുന്നത്, മുല്ലപ്പെരിയാറിനും ഇടുക്കി ഡാമിനും ഇടയ്ക്ക് പല സെറ്റിൽമെന്റ്സ് ഉണ്ട്. ഉപ്പുതറ, വണ്ടിപ്പെരിയാർ, ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്നു. അവരെല്ലാം വെള്ളത്തിൽ ഒഴുകിപ്പോവും. അത് കോടതി വിട്ടുപോയി. പിന്നെ ഡാം തകർന്നാല് മുല്ലപ്പെരിയാറിലെ വെള്ളം നേരെ വടക്കോട്ട് ഇടുക്കി ഡാമിലേക്ക് പോകുന്നുള്ളത് യാതൊരു പഠനത്തിന്റെയും അടിസ്ഥാനത്തിലായിരുന്നില്ല. മറിച്ച് ഗ്രാവിറ്റി കോടതി പ്രളയജലം കോടതി വിധിയല്ല മാനിക്കുക, അത് ലോ ഓഫ് ഗ്രാവിറ്റിയെ മാനിക്കുക. അങ്ങനെയാണ് നേരെ താഴെ പടിഞ്ഞാറോട്ട് ഒഴുകി പശ്ചിമഘട്ട 2000 അടി ഉയരത്തിന് താഴെ കരിയത്തോളം എന്നുള്ള ഭാഗത്തേക്ക്, അതായത് കോട്ടയത്തിനപ്പുറം ചങ്ങനാശ്ശേരി, തിരുവല്ല, ആ ഭാഗത്ത് അങ്ങോട്ടായിരിക്കും ഈ വെള്ളം പതിക്കുക. അതായത് ഏതാണ്ട് 660 അടി ഉയരത്തിൽ മീറ്റർ, അതായത് 10 ടൈംസ് ഓഫ് നയാഗ്ര ഫാൾസ്. നയാഗ്ര ഫാൾസിന് 55 മീറ്റർ ഉയരമുള്ളൂ. അത്രയും ഒരു വലിയ ആപത്താണ് ഏതെങ്കിലും കാരണവശാൽ ഡാം തകർന്നാൽ സംഭവിക്കുക. അതെ, ഈ ഡാം തകർന്നാലുള്ള ആപത്തിന്റെ സാധ്യതകൾ പല രീതിയിൽ പൊതുസമൂഹം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം വരുന്നത്, സാധാരണഗതിയിൽ ഈ അണക്കെട്ടിൽ ആദ്യം അറ്റകുറ്റപ്പണികൾ നടത്താം, അത് കഴിഞ്ഞിട്ട് മതി സുരക്ഷാ പരിശോധന എന്നുള്ള തമിഴ്നാടിൻ്റെ വാദത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ പ്രധാനമന്ത്രിമാരോ അല്ലെങ്കിൽ മന്ത്രിയോ ഒക്കെ വരുന്ന വേളയിൽ കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡുകൾ തൽക്കാലത്തേക്ക് തട്ടിക്കൂട്ടിയൊന്ന് ശരിയാക്കി വെക്കുകയും മനോഹരമായ പാതയിലൂടെ ഇതാ മന്ത്രി പോകുന്നുവെന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ ഉള്ള ചരിത്രമുണ്ട് നമ്മുടെ മുന്നിൽ. അതേപോലെ ഉള്ള ഒരു തന്ത്രമായിരുന്നുവോ തമിഴ്നാടിനെ സംബന്ധിച്ച്? ആ തന്ത്രം മനസ്സിലാക്കിയത് കൊണ്ടാണോ ജല കമ്മീഷൻ ഈ ഒരു തീരുമാനത്തിലേക്ക് വന്നത്? അല്ല, ജല കമ്മീഷന് തീർച്ചയായിട്ടും ഇന്നത്തെ ശാശ്വതമായിട്ടുള്ള പരിഹാരത്തിലേക്കായിരിക്കും അവർ കണ്ടുപോയി. കാരണം സെൻട്രൽ വാട്ടർ കമ്മീഷനകത്ത് എഞ്ചിനീയേഴ്സും മറ്റു വിദഗ്ധരാണ് അത് ഉള്ളത്. അപ്പൊ ഇന്നത്തെ ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്താണ്? ഒന്ന്, നമ്മുടെ മെട്രോമാൻ ശ്രീധരൻ അദ്ദേഹം പറഞ്ഞ പോലെ ഒരു 105 അടി, ഇപ്പൊ തമിഴ്നാട്ടിലേക്കുള്ള ടണല് 105 അടി ഉയരത്തിലാണ്. അതിൽ താഴെ 55 അടിയിൽ അവിടെ പുതിയ ടണലുണ്ടാക്കി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി വൈഗയിൽ അല്ലെങ്കിൽ വൈഗൈ ഡാമിലോ അല്ലെങ്കിൽ അതുപോലെ മറ്റു ചെക്ക് ഡാംസ് ഉണ്ടാക്കി അവിടെ സംരക്ഷിക്കുകയാണെങ്കിൽ വളരെ ചെറുവുകളും വളരെ സുരക്ഷിതമായിട്ടൊരു മാർഗമാണ്. അതിനെപ്പറ്റി ആരും ഒരു തടസ്സം പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ തമിഴ്നാട് ഈ കേസിന് ഇതിനെ ഈ പുതിയ മുല്ലപ്പെരിയാറിലെ വെള്ളം നിരപ്പ് 136 താഴെ സേഫ് ആയിട്ട് നിർത്തുന്നത് പറയുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, അവർ പറയുന്നതിന് ഒറ്റ അടിസ്ഥാനമുള്ളൂ. സുപ്രീം കോടതി വിധിയുണ്ട്, സുപ്രീം കോടതി വിധിക്ക് ലംഘനമാണ്, ഇതൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊരു വസ്തുതാപരമായ വിഷയങ്ങളിൽ നിന്ന് മാറി ഒരു നിയമയുദ്ധമായിട്ട് ഇത് തമിഴ്നാട്ടിൽ മാറി. അപ്പം അങ്ങനെ ചില പൊളിറ്റിക്കൽ പാർട്ടീസും ഒക്കെ ആ രീതിയിൽ ആ വിഷയത്തെ കാണാനിടയായി. അങ്ങനെയാണ് ആർക്കും തമിഴ്നാട്ടുകാർക്കും കേരളക്കാർക്കും തമ്മിൽ ഒരു തർക്കവിഷയം ഉണ്ടാകേണ്ട ആവശ്യമില്ല. തമിഴ്നാട് ഗവൺമെന്റും കേരള ഗവൺമെന്റും തമ്മിൽ ഒരു തർക്കവിഷയം ഉണ്ടാകേണ്ട ആവശ്യമില്ല. തമിഴ്നാടിന് വെള്ളം വേണം, കേരളത്തിന് സുരക്ഷിതമായിരിക്കണം. അത് രണ്ട് മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രി ഇടപെട്ട് സംസാരിച്ച് തീർക്കാവുന്ന കാര്യമാണ്. അപ്പൊ സെൻട്രൽ വാട്ടർ കമ്മീഷൻ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ വരുന്ന ഒരു അതോറിറ്റിയാണ്. അപ്പൊ അതിനകത്ത് വാട്ടർ റിസോഴ്സസ് മിനിസ്ട്രിയോട് അതിനകത്ത് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്.
അപ്പൊ തീർച്ചയായിട്ടും സ്വന്തമാക്കപ്പെട്ട കമ്മീഷന്റെ ഇപ്പോഴത്തെ നിലപാട് വളരെ വളരെ സ്വാഗതാർഹമാണ്. സ്വാഗതാർഹമായ ഈ തീരുമാനം എങ്ങനെ നടപ്പാക്കപ്പെടുമെന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അത് പ്രേക്ഷകർക്കും സ്വാഭാവികമായിട്ട് സംശയമുണ്ടാവും. വർഷങ്ങളായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട നിയമവ്യവഹാരത്തെ പിന്തുടരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ എന്നുള്ള നിലയിലും ശ്രീ മാത്യു നെടുമ്പാറ, ഈ സമഗ്രമായ പരിശോധനാ രീതിയുടെ ഒരു മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരിക്കാനാണ് സാധ്യത? അത് തമിഴ്നാടിൻ്റെ പ്രതിനിധികളും കേരളത്തിൻ്റെ പ്രതിനിധികളും ജലകമ്മീഷന്റെ പ്രതിനിധികളും എല്ലാം ഈ സമഗ്ര പരിശോധനാ വേളയിൽ ഉണ്ടാവുമോ? ജലകമ്മീഷന്റെ പ്രാതിനിധ്യം ഉണ്ടാവുമോ? ആർക്കാ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ പറ്റുക? ജഡ്ജിമാരടങ്ങിയ ഒരു കമ്മിറ്റിക്കല്ല ഇത്. എഞ്ചിനീയേഴ്സ് ആണ്, സബ്ജക്ട് എക്സ്പെർട്സ്, അവരാണ് അന്വേഷിക്കേണ്ടത്. അവർക്ക് മാത്രമേ ഇത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. അവരാണ്. അപ്പൊ അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കുക. ഇതൊരു സ്റ്റേറ്റ് തമ്മിലുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി മാറേണ്ട ആവശ്യമില്ല. ഇതൊരു രണ്ട് സ്റ്റേറ്റ് തമ്മിൽ ഒരു ഒരു യുദ്ധത്തിന്റെ ആവശ്യമില്ല. ഇന്ത്യയുടെ രണ്ട് സഹോദര സംസ്ഥാനങ്ങളാണ്. അതിനകത്ത് ഒരു തർക്കവിഷയം ഉണ്ടാകേണ്ട കാര്യമില്ല. അപ്പൊ കോടതി ഇനി പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഗവൺമെന്റിനോട്, സെൻട്രൽ ഗവൺമെന്റിനോട് ഇതിനകത്തൊരു ലീഡിംഗ് റോൾ എടുക്കാൻ പറയണം. തമിഴ്നാട് സർക്കാരിനോടും കേരള സർക്കാരിനോടും നിങ്ങൾ ചർച്ച ചെയ്ത് ഒരു കോടതിയെ തീരുമാനിക്കേണ്ട ഒരു വിഷയമല്ല. ശത്രുക്കൾ പോലെ യുദ്ധം ചെയ്യുന്നത് പോലെ ഒരു നിയമയുദ്ധമായിട്ട് ഇത് തിരിക്കാൻ ഒരു നിയമയുദ്ധമാക്കേണ്ട ആവശ്യമില്ല. ഇത് പ്രൈം മിനിസ്റ്ററും ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാടും വാട്ടർ റിസോഴ്സസ് മിനിസ്റ്ററും ഒക്കെ അവര് കൂടിയാലോചിച്ച് ചർച്ച ചെയ്ത് സുരക്ഷിതമായ ഒരു പരിഹാരം ഉണ്ടാക്കേണ്ട കാര്യമാണ്. ഒരു പ്രയാസവും ഉണ്ടാകേണ്ട കാര്യമില്ല. സുപ്രീം കോടതി 2006-ലും 2014-ലും വലിയ തെറ്റ് പറ്റി. ആ തെറ്റ് പറ്റി എന്ന് പറയാനാണ് വക്കീലെന്ന നിലയിൽ നല്ല രീതിയിൽ ആ വിഷയം നല്ല ഭാഷ, ബഹുമാനപൂർവമായ ഭാഷയിൽ അധികം പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ സുപ്രീം കോടതിയിലെ 34 ജഡ്ജിമാർക്കും ചീഫ് ജസ്റ്റിസിനും ഞാൻ കത്ത് എഴുതിയിട്ടുണ്ട്. ആ കത്ത് ഞാൻ സോഷ്യൽ മീഡിയ എല്ലായിട്ടുണ്ട്. അപ്പം 2014-ലെ വിധി വലിയ തെറ്റായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ 2006-ൽ ഞങ്ങൾ പറഞ്ഞു ഈ ഡാം സേഫാണ്, അതുകൊണ്ട് ആ തീരുമാനം ലോകാവസാനം വരെ നിലനിൽക്കും. ലോകാവസാനം വരെ ഞങ്ങൾ സുപ്രീം കോടതി ഞങ്ങൾ 2006 വിധി 2006 ഈ ഡാം സേഫാണെന്ന് പറഞ്ഞതുകൊണ്ട് ആ വിധി റെസിഡിക്കേറ്റ് ആണ്. അത് ലോകാവസാനം വരെ ഡാം സുരക്ഷിതമായിരിക്കും എന്ന് പറയുന്നത് അത് തെറ്റാണ്, വലിയ തെറ്റാണ്. അപ്പൊ അത് തിരുത്തണം, സുപ്രീം കോടതി സ്വമേധയാ തിരുത്തണം എന്നാണ് ഞാൻ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരു സംശയം കൂടി ചോദിക്കുകയാണ്. സ്വാഭാവികമായിട്ടും എൻ്റെ ഈ സംശയം അതും എഞ്ചിനീയർമാർക്ക് മാത്രമേ പറയാൻ കഴിയൂ എന്നാണ് ഒരുപക്ഷെ ഉത്തരം എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിൽ പോലും സാധാരണ പ്രേക്ഷകർക്ക് ഒരു സംശയം ഉണ്ടാവും. 12 മാസം എന്ന് പറയുന്നത് അത്രത്തോളം, അതായത് ഇതിന് ഒരു സമഗ്ര പരിശോധനയ്ക്ക് ഏകദേശം എത്ര സമയം വേണ്ടി വരും? അതിങ്ങനെ ഒരു മാസങ്ങളോളം തുടരുന്ന ഒരു തുടർ പ്രക്രിയയാണോ, അതോ 12 മാസം എന്ന് വെച്ചിരിക്കുന്നു? അത് എന്തായിരിക്കും അതിനൊരു കാരണം? അപ്പൊ എനിക്ക് താങ്കൾ പറയുന്നല്ലേ എനിക്ക് പറയാനൊക്കെ, താങ്കൾ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് എക്സ്പേർട്സിന്റെ, എഞ്ചിനീയേഴ്സ് പറയേണ്ട കാര്യം. ഞാനൊരു സാധാരണക്കാരൻ, എനിക്ക് എന്ത് പറയാൻ കഴിയും? എന്ന് നമുക്ക് അതിനെപ്പറ്റി അറിവില്ല. ഏതായാലും ഒരു ആശ്വാസം എന്നുള്ള നിലയ്ക്കും കേരളത്തെ സംബന്ധിച്ചിട്ട് ഒരു സുരക്ഷയിലേക്ക് ഒരു പടി എന്നുള്ള നിലയ്ക്കും ഈ വാർത്തയെ നമുക്ക് കാണാമല്ലേ? തീർച്ചയായും. ഇനി എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റും. സുപ്രീം കോടതിയിൽ ഈ തമിഴ്നാടിനെ ഇനി പഴയതുപോലെ ഇത് നിയമവിദ്ധമാക്കാൻ ഞങ്ങൾ അവസാനിക്കില്ല. ഞാനും എൻ്റെ സുഹൃത്ത് രാജമന്നാറുണ്ട്, അദ്ദേഹമൊക്കെ വക്കീലാണ്. അദ്ദേഹം എല്ലാം വളരെ കമ്മിറ്റഡാണ്. ഇത് നിയമയുദ്ധമല്ല, ഇത് ജനങ്ങളുടെ സുരക്ഷയുടെ ഒരു വിഷയമാണ്. അതിന് പരിഹാരം ഉണ്ടാണ്. ഇപ്പൊ എൻ്റെ സുഹൃത്ത് രാജമന്നാറുണ്ട്, അദ്ദേഹം വളരെ താല്പര്യമെടുക്കുന്നുണ്ട്. അങ്ങനെ വണ്ടിപ്പെരിയാറിന്റെ അവിടെ അങ്ങേർക്ക് സ്ഥലമുണ്ട്, അങ്ങേരെ അവിടെ പോകാറുള്ള മനുഷ്യനാണ്. അപ്പൊ അങ്ങേർക്ക് അവിടുത്തെ ജനങ്ങളുടെ ഭീതി അറിയാം. വണ്ടിപ്പെരിയാർ ഡാം തകർന്നു കഴിഞ്ഞാൽ ആദ്യം ഒഴിച്ചു പോകുന്ന വണ്ടിപ്പെരിയാറിന്റെ ആളുകളാണ്. അപ്പൊ അവിടെ ഈ ഡാമിന് എന്തെങ്കിലും പറ്റുമോ എന്ന് ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ചില സോഷ്യൽ മീഡിയയിലെ ആൾക്കാർ പറഞ്ഞു സുപ്രീം കോടതി ജഡ്ജിമാരോട് അവർ നിങ്ങൾ വണ്ടിപ്പെരിയാറിന്റെ താഴെ ഡാമിന്റെ താഴെ വീട് കെട്ടി താമസിക്കണം എന്നൊക്കെ ഒന്ന് പറഞ്ഞു. അപ്പൊ അത് ജനങ്ങളുടെ രോഷത്തിനകത്ത് കുറച്ചെല്ലാം അർത്ഥമുണ്ട്. ആ രോഷമെല്ലാം നമ്മളെ ഇപ്പൊ ജഡ്ജിമാർക്കും ഒക്കെ അറിയാം ഇപ്പം. അതുകൊണ്ട് 2006-ലോ 2014 പോലെ ഒരു തെറ്റായ വിധി സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഇനി ഉണ്ടാവില്ല. അത്ര ഉറപ്പായിട്ട് എനിക്ക് പറയാൻ കഴിയും. വളരെയധികം നന്ദി ശ്രീ മാത്യു നെടുമ്പാറ, സുപ്രീം കോടതി അഭിഭാഷകൻ. മുല്ലപ്പെരിയാർ